മലയാള സിനിമാ ചരിത്രത്തിൽ എക്കാലത്തെയും വമ്പൻ ഹിറ്റുകളിൽ ഒന്നാണ് ദൃശ്യം. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ നായകനായി ജനങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ച ദൃശ്യത്തിൻ്റെ 1ഉം 2ഉം ഭാഗങ്ങൾ വൻ വിജയമായിരുന്നു. ഇപ്പോഴിതാ ജോർജ് കുട്ടിയുടെ കുടുംബം മാറി, കഥാപാത്രങ്ങളെല്ലാം വളർന്നു. ദൃശ്യം 3 സസ്പെൻസുകൾ വെളിപ്പെടുത്തി ജിത്തു ജോസഫ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. മലയാള സിനിമയിലെ കൾട്ട് ഹിറ്റായ ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ അടുത്ത അധ്യായനത്തിനായി ലോകമെമ്പാടുമുള്ള ആരാധകർ ആകാംക്ഷയോടെയാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ചിത്രത്തിൻ്റെ സൃഷ്ടാവും സംവിധായകനുമായ ജിത്തു ജോസഫ് ദൃശ്യം 3യെക്കുറിച്ച് നിർണായകമായ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. മോഹൻലാൽ അവതരിപ്പിക്കുന്ന ജോർജ് കുട്ടിയുടെ കഥ സ്വാഭാവികമായ വളർച്ചയുടെ പാതയിലായിരിക്കുമെന്നും മുൻ ഭാഗങ്ങളെക്കാൾ തികച്ചും വ്യത്യസ്തമായിരിക്കും പുതിയ ചിത്രമെന്നും ജിത്തു ജോസഫ് ഉറപ്പു നൽകുകയാണ്. ജിത്തു ജോസഫിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ ഒരു ഫ്രാഞ്ചൈസി മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ, അതായിരുന്നു ദൃശ്യം. ഞാൻ അവിടെ ഉപയോഗിച്ചത് ഒരു നാച്ചുറൽ സമീപനം മാത്രമാണ്. ദൃശ്യം 2വിലും ദൃശ്യം 3യിലും ഈ സമീപനം തന്നെയാണ് പിന്തുടരുന്നതും. ദൃശ്യം 2വിനേക്കാൾ മികച്ച ഒരു തിരക്കഥ എഴുതാൻ ബോധപൂർവം ശ്രമിക്കുന്നുമില്ല. മറിച്ച് എൻ്റെ ശ്രദ്ധ ജോർജ് കുട്ടിയിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും മാത്രമാണ്. 2ാം ഭാഗം കഴിഞ്ഞ് 6-7 വർഷത്തിനുള്ളിൽ അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചിരിക്കാം എന്നതിലാണ് ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്നത്. ദൃശ്യം 2വിനും 3നും ഇടയിലുള്ള 6-7 വർഷങ്ങൾ ജോർജ് കുട്ടിയുടെ കുടുംബത്തിലെ എല്ലാവർക്കും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ജോർജ് കുട്ടിക്ക് ചില നിർവചിക്കുന്ന ഗുണങ്ങൾ നിലനിർത്തുവാൻ കഴിയുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിലെയും സാഹചര്യങ്ങളിലെയും മറ്റ് ഘടകങ്ങൾ കാലക്രമേണ പ്രതിഫലിക്കും. റാണിയായി മീനയും അൻഷുവായി അൻസിബ ഹസനും എന്നിവരെ കൂടാതെ തന്നെ നിർണായകമായ സംഭവം നടക്കുമ്പോൾ കുട്ടിയായിരുന്ന അനു, അതായത് എസ്തർ അനിൽ, ഇപ്പോൾ ഒരു ചെറുപ്പക്കാരിയായി പക്വത പ്രാപിച്ചിരിക്കുകയാണ്. വൈകാരിക സൂക്ഷ്മതയോടെ സിനിമ ഈ മാറ്റത്തെ അംഗീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കുടുംബത്തിന് ചുറ്റുമുള്ള ആളുകളുടെ കാഴ്ചപ്പാടുകൾ മാറിയതും കഥയിൽ നിർണായകമാകും. ആദ്യ ഭാഗത്തിൽ ജോർജ് കുട്ടി നിരപരാധിയാണെന്ന് ചുറ്റുമുള്ള ആളുകളെല്ലാം വിശ്വസിച്ചിരുന്നു. എന്നിരുന്നാലും 2ാം ഭാഗത്തിൽ അവരിൽ പലരും മറിച്ചാണ് ചിന്തിക്കുന്നത്. അവരുടെ കാഴ്ചപ്പാടുകളെല്ലാം മാറി. 3ാം ഭാഗത്തിലും ഞാൻ സമാനമായ ഒരു നാച്ചുറൽ സമീപനം ഉപയോഗിച്ചിട്ടുണ്ട് എന്നും ജിത്തു ജോസഫ് കൂട്ടിച്ചേർത്തു. എന്തുതന്നെയായാലും ദൃശ്യം 1 പോലെയും 2 പോലെയും ദൃശ്യം 3യും ഒരു വൻ വിജയമായിരിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.